ജീവിതത്തിൽ ഒറ്റപ്പെടുന്നത് ഏറ്റവും ഭയാനകമാണെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും തിരിച്ചുപിടിക്കാൻ കഴിയാത്ത വിധം നാം വൈകിയിരിക്കും. തുടർന്നു വന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്നുള്ള ചെറിയ മാറ്റം പോലും നമ്മളിൽ സൃഷ്ടിക്കുന്ന മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളുടെ തോത് അളന്നെടുക്കാൻ പ്രയാസമാകും. ഈ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളിൽ അറിയാതെയോ ശ്രദ്ധിക്കാതെയോ പോകുന്ന ചില കാര്യങ്ങളിലേക്ക് നാം ഗൗരവമായി ഇടപെടേണ്ടതുണ്ട്. കൂട്ടുകാരനെ എയർപോർട്ട് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഷാർജ എയർപോർട്ടിലേക്ക് പോണ വഴി ജിബ്ബ സിമെൻറ്റ് ഫാക്ടറിയുടെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ വണ്ടി മറ്റൊരു വണ്ടിയുടെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ സ്ലിപ്പായിട്ട് മറിഞ്ഞു പോവുകയാണ്. ഏകദേശം വണ്ടിയിൽ ഞങ്ങൾ സുഹൃത്തുക്കൾ 5 പേരുണ്ടായിരുന്നു. അവരൊക്കെ ജസ്റ്റ് വണ്ടിയിൽ ഇങ്ങനെ കിടന്ന് സ്ലിപ്പായി. ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്തോട്ട് തെറിച്ചു പോയി. വണ്ടിയിലായിട്ട് ഒരു പാകിസ്ഥാനിയാണ് ആദ്യം വന്നത്. അദ്ദേഹം നമ്മുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ള പേരിൽ വാരി വലിച്ച ഒരാൾ മടക്കി പിടിച്ചിട്ട് കൊണ്ടുപോയത്. അപ്പോഴും നമുക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ മാറാത്തൊരു അസുഖമാണ് നമുക്ക് വന്നുപെട്ടിട്ടുള്ളത്. ഇങ്ങനെ മാറ്റങ്ങൾ വരും എന്നുള്ളൊരു പ്രതീക്ഷ ഡോക്ടർമാരും തന്നുകൊണ്ടിരുന്നു. നമ്മളും അതിലേറെ പ്രതീക്ഷയിലായിരുന്നു. കാരണം നടക്കുക എന്നുള്ളൊരു മോഹമാണല്ലോ. ഫസ്റ്റായിട്ട് നമ്മളെ വിരലൊന്നും ഇങ്ങനെ തള്ളാൻ ഇങ്ങനെ വെറുതെ ഇളകി. ഞാൻ എല്ലാവരെയും വിളിച്ച് കാണിച്ചു കൊടുത്തത് ആ വിരൽ ഇളകാൻ തുടങ്ങിയിട്ടുണ്ട്, മറ്റുള്ള ചേഞ്ചുകളുടൻ വരുമായിരിക്കും. പക്ഷെ അത് ആ ഇളക്കം വെറുതെ ഉള്ള ഇളക്കം മാത്രമായി അവശേഷിച്ചു എന്നുള്ളതായിരുന്നു. പിന്നീടൊരു ചേഞ്ച് പിന്നെ വന്നിട്ടില്ല. ജോലിക്ക് വന്ന സ്ഥലത്ത് നിന്ന് നമ്മളെ സുഹൃത്ത് വിളിച്ച് വിസന്റെ കാര്യത്തിന് പോവാനുണ്ട്, നമുക്കൊന്ന് പോകില്ലെന്ന് വെച്ചപ്പോൾ ഒക്കെ പറഞ്ഞു. ഞങ്ങൾ തിരിച്ചു വരികയാണ് അത് കയറി. അപ്പം ഞാനതിന് വണ്ടി ഓടിച്ച് കല്ലായിപ്പാലം കയറിയത് മാത്രമല്ല പകുതി വെച്ചിട്ടുണ്ടാവും ഒരു വണ്ടി മുന്നിലുള്ളതായിട്ടും ഒരു ഓർമ്മ അങ്ങനെ ഉണ്ട്. ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ ഞാൻ നട്ടലിൻ്റെ ഈ കഴുത്തിൻ്റെ താഴ്ഭാഗത്താണ് സംഭവിച്ചത്. ഞാൻ അതേമാതിരി ഒരു ചാക്ക് സിമെൻ്റ് ഏറ്റും ആ വീട്ടിൽ ആദ്യം കൊണ്ടുപോയിട്ട് കൊടുത്ത് രണ്ടാമത്തെ ചാക്ക് ഏറ്റി കുറച്ച് 2-3 അടി നടന്ന് നല്ല മഴയും അവിടെ വഴുക്കലുള്ളത് കാരണമാണ് ഞങ്ങളുടെ ചെരുപ്പിട്ട് നടക്കണോണ്ട് സ്ലിപ്പായതാണ്. അവിടെ അടുത്തൊരു കുളത്തിൽ ചാടിയതാണ്. അടിയിൽ സ്റ്റെപ്പുമ്പോൾ പോയിട്ട് തലടിച്ചിട്ടാണ് ഇത് പറ്റിയത്. കുളിക്കാൻ വേണ്ടി പൂളിട്ടതാണ്. പൂളിട്ട ടൈമിൽ വള്ളത്തിൻ്റെ അടിയിൽ മരമാണോ എന്താണെന്നറിയില്ല. ശരിക്കും നമ്മൾ മറിയാൻ വേണ്ടി പൂളിട്ടതാണ്. അത് മറിച്ചിലായില്ല, ഒന്നുമല്ല, നേരെ തല പോയി അടി കുത്തിയത് എല്ലാം പഠിച്ചതാണ്. പഠിച്ചിൽ വന്നതാണ്. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ചെറിയ മാവുമെന്ന് വീണതാണ്. അങ്ങനെ സ്പൈനൽ ഇഞ്ചറി സംഭവിച്ചു. ആരോഗ്യമുള്ളപ്പോൾ നിലനിന്നിരുന്ന സൗഹൃദം 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ടി വരുമ്പോൾ ഏകാന്തതയുടെ ഏറ്റവും ഭയാന ചിന്തകളിലേക്ക് അവരെ കൊണ്ടുചെന്നെത്തിക്കും എന്നത് നാം തിരിച്ചറിയണം. ഇങ്ങനെ സംഭവിച്ച് ഞാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ അവിടെയൊക്കെ വന്ന് കാത്തു നിന്ന് നമ്മളെ കൊണ്ടുവരുമ്പോൾ അതിനൊരു ഭയങ്കര സങ്കടത്തോടെ നിന്ന് കാത്തു നിന്ന് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ആരും ആ കൂട്ടുകാരൊക്കെ നമ്മളെ മറന്നു പോകുന്ന അല്ലെങ്കിൽ വിട്ടു പോകുന്ന ഒരു സാഹചര്യം. അപ്പോൾ ചിലപ്പോൾ അവരുടെ ഒരു ജീവിത ചുറ്റുപാടുകളിലേക്ക് നീങ്ങി പോയതുകൊണ്ടായിരിക്കാം, അവർക്ക് വരാൻ സമയമില്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ എങ്കിലും നമുക്കത് വലിയൊരു വിഷമം ഉണ്ടാക്കി. കാരണം എന്ന് വെച്ചാൽ വളരെയധികം അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കൾ നമ്മളെ കാണുമ്പോൾ മുഖം തിരിച്ചു പോകാനുണ്ടാകുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ തട്ടിയ വിഷമമാണ് ശരിക്കും ആ കാലം. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും, കരയുമ്പോൾ കൂടെ കരയാൻ നീ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു അതിൻ്റെ ഒരു അനുഭവം അനുഭവിച്ചറിയുന്ന ഒരവസ്ഥയായിരുന്നു ആ ഒരു കാലം. ചിലപ്പോൾ നമ്മളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി അവർ മടിക്കുന്നത് എന്തായിരിക്കും, ഇയാൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ചെയ്യേണ്ടി വരുമോ, എന്തെങ്കിലും ചോദിക്കുമോ, ഒരു അവസ്ഥയാണത്. പക്ഷെ നമ്മൾ കരുതുന്നത് എന്താ വെച്ചാൽ അവരുമായി സംസാരിക്കണം, ഇടപഴകണം, പഴയ പോലെ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഒരിക്കലും ഒരാൾ സാമ്പത്തികമായിട്ട് ചോദിക്കാനല്ല സൗഹൃദബന്ധം തേടുന്നത്. ഈ വിഷമതകളുള്ള കാലത്ത് നിന്ന് ഒരു മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് പുറത്ത് ആൾക്കാരോട് സംസാരിക്കണം എന്ന് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അടുത്തുള്ള കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ തന്നെ ആയിരിക്കും ഏറ്റവും വിഷമത്തിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു പോരാൻ പറ്റും. കാരണം മനസ്സിലുള്ള എല്ലാ സങ്കടവും പറയുന്നത് സുഹൃത്തുക്കളോടാണ്. അവർ ഒഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു വിഷമം തന്നെയാണത്.
അടുത്ത് വരുന്നവരായിട്ട് ആരും കൂട്ടുകാരായിട്ടില്ല. പിന്നെ കൂടെ പഠിച്ചിരുന്നവരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു പവർ വീൽ ചെയർ ഉണ്ട്. അപ്പോൾ അതിൽ പുറത്ത് പോകുമ്പോൾ അങ്ങനെ കാണുമ്പോൾ അവിടുന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ പരിചയപ്പെടുക, പെട്ടെന്ന് വീട്ടിൽ പോകണം, അങ്ങനെ ഒരു ഇത് ആണ് അവരുടെയൊക്കെ ഒരു വാക്യങ്ങളൊക്കെ. ആ സദ്യയിൽ നിന്ന് ഒറ്റപ്പെട്ട റൂമിൽ തന്നെയാണ്. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് അത്. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാമെന്നാണ്. സുഹൃത്തുക്കൾ വിളിക്കും, അവരിനെ പുറത്ത് കൊണ്ടുപോകും. അപ്പോൾ ഭയങ്കര വലിയൊരു എന്തോ ഈ രോഗം തന്നെ മാറിയതിൻ്റെ തുല്യമായിട്ടാണ് നമുക്ക് അത് കാണാൻ കഴിയും. എൻ്റെ സുഹൃത്തുക്കളാണ് ശരിക്കും എന്നെ പിന്നെ റിക്കവറി ആക്കി കൊടുക്കുന്നത്. അതായത് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കോളേജിൽ പഠിക്കുന്ന ആ ബാച്ചിലുള്ള സമയത്ത്. ഇന്നും അവർ എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഈ നിലയിൽ എത്തിക്കാൻ എന്താണെന്ന് വെച്ചാൽ ആ സുഹൃത്ത് ബന്ധം നല്ലൊരു നിലയിൽ നല്ല സഹായിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് അവർ സ്വന്തം ഒന്ന് പുറത്തൊരു വണ്ടിയൊക്കെ എടുത്തൊന്ന് പുറത്ത് പോകാൻ ആഗ്രഹം ഉണ്ടായി തന്നെ സ്വാഭാവികമായിട്ടും ഒരു വരുമാനം ഇല്ലാത്ത കുറേ ആളുകളുണ്ടാവും. സ്വാഭാവികമായിട്ടും ഇജ്ജിപ്പോൾ എന്തിനാ അപ്പോൾ പുറത്തേക്ക് പോകണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇജ്ജിപ്പോൾ ഇങ്ങനെ വെറുതെ കറങ്ങി നടക്കേണ്ട ആവശ്യം എന്താ. പക്ഷേ നമ്മളെ എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ, നമ്മളെ ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ പോകാമായിരുന്നു, ഇഷ്ടമുള്ളത് കാണാമായിരുന്നു, ഇഷ്ടമുള്ളത് തിന്നായിരുന്നു. പക്ഷെ അതൊക്കെ പിന്നീട് എന്താണ് അവിടെ എൻഡായി കിടക്കണം. അപ്പോൾ ആ ആഗ്രഹങ്ങളും ആ സ്വപ്നങ്ങളും ഒക്കെ എന്താണ് ഒരു മൈൻഡിൻ്റെ ഒരു ഭാഗത്തേക്ക് ഈ ആഗ്രഹങ്ങളെ വെറുതെ മാറ്റി വെച്ചിരിക്കണം. ആ സമയത്താണ് നമ്മളൊന്ന് പുറത്ത് പോവല്ലേ എന്ന് ചോദിക്കുമ്പോൾ പോവാം. അപ്പോഴാണ് ആ ആഗ്രഹം പുറത്തേക്ക് വരെ എടുത്ത് ഇടണേ. മറ്റത് ചെന്നുകൊണ്ട് എല്ലാവരും ചെന്നുകൊണ്ട് ഇങ്ങനെ നിന്നിട്ട് എന്താ തിരിച്ചല്ലേ, എന്താ ഇപ്പോൾ പഠിച്ചവനെ പറഞ്ഞ എങ്ങനെ ആക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സാധപിക്കുക എന്ന് പറഞ്ഞത് ഇവർക്ക് ശരിക്കും നമുക്ക് കൂടി പറ്റില്ല. ഞാനിവിടെ ഇപ്പോൾ മറ്റുള്ളവർക്ക് പോകുന്ന സുഖമില്ലാത്തൊരു നടക്കാൻ പറ്റാത്ത സുഖമില്ലാത്തൊരു കുട്ടിയാണ് അല്ലെങ്കിൽ സുഖമില്ലാതെ കിടക്കുകയാണെന്ന് പറയണത് ഇവിടെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മറ്റുള്ളവർ പറയണവിടെയും കാരണം അങ്ങനെ നമ്മൾ ആ സമൂഹത്തിനും അങ്ങനെ ആ ഒരു ടീമിനെ നമ്മൾ പറയാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ്. സുഖമില്ലായ്മ എല്ലാവർക്കും അവർ ഒരവസ്ഥയിൽ നിന്ന് വേറൊരു അവസ്ഥയ്ക്ക് മാറി. നമ്മളെ ആവശ്യങ്ങൾ മാത്രം നേടാൻ വേണ്ടി സുഹൃത്തുക്കളെ ഉപയോഗിക്കാൻ ഒരിക്കലും ആ സുഹൃത്തുക്കൾ നമ്മളെന്താണെന്ന് വെച്ചാൽ എന്നും നമ്മളെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന വെച്ചാൽ ആ ബന്ധത്തിന് നമ്മൾ ചെയ്തു കൊടുക്കണം. കുടുംബത്തിന്റെ പ്രയാസത്തിന് കാരണക്കാരൻ താനാണെന്നുള്ള കുറ്റബോധം അവരുടെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും ആരോടും പങ്കുവെക്കാതെ മാറ്റിവെക്കുന്നു. കിടപ്പിലെ ഒരാൾക്ക് സമ്പാദ്യമില്ല, അയാൾക്ക് സമ്പാദ്യമൊന്നുമില്ല, അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതൊരു ജീവശവമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അവനോട് പറയണം ഒരു മൂലയ്ക്ക് ഇരുന്നാൽ മതി. പല ഫാമിലികളും അതിനെതിരാണ്, എല്ലാവരും ഒരേപോലെയല്ല. എന്താണ് ജീവിതം എന്ന് മനസ്സിലാക്കാതെ പോകുന്നവരാണ് ഇങ്ങനെ ആ സമ്പാദ്യത്തിനെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഇയാളെ കൊണ്ടു നടന്നിരുന്ന ആൾക്കാരായിരിക്കും ഇയാളെ തള്ളിക്കളയുന്നതും പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ എടുക്കുന്നതും. പിന്നെ വലിയ വലിയ ഫാമിലീസ് അവർക്ക് അവരുടെ വിഷമം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരാൾ നമ്മളുടെ വീട്ടിലുണ്ട് എന്ന് അറിയുന്നത് അവർക്ക് എന്താണ് സ്റ്റാറ്റസിന് ഒരു ക്ഷതം സംഭവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. എൻ്റെ കൂട്ടുകാരൻ്റെ വീടിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ ഒരു റാമ്പ് ഞാൻ പ്രതീക്ഷിക്കും. അതില്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കും എന്താണ് ഇവിടെ റാമ്പ് ഉണ്ടാക്കാത്തത്. അതിപ്പോൾ വീടിൻ്റെ മുമ്പിൽ ഒരു റാമ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു എന്താ അഭംഗിയല്ലേ വീട്ടിന് എന്താണ് അതൊരു അഭംഗിയാണെന്നുള്ളത്. പക്ഷെ അവർ ചിന്തിക്കുന്നില്ല, അവർക്കൊരു കാലത്ത് പ്രായമാകും, ഈ പ്രായമാകുമ്പോൾ ഇതേ റാമ്പ് തന്നെ അവർക്കും ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളത് അവർ ചിന്തിക്കണില്ല. കുടുംബത്തിലെ ചിലരുടെ കുറ്റപ്പെടുത്തലുകൾ അവരുടെ ചെറിയ ആഗ്രഹങ്ങൾ പോലും ഉള്ളിലൊതുക്കി 4 ചുമരുകൾക്കുള്ളിൽ ജീവിച്ചു തീർക്കേണ്ടി വരുന്നു. എന്ന് പറഞ്ഞാൽ ഒരാളെ കൊല്ലാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിൽ അയാൾ വിഷമിക്കാൻ പറ്റും, അതൊക്കെ ചെയ്തു കൊടുത്തിട്ട് അയാൾ അത് സ്വത്തും പോയില്ല. അത് കുടുംബത്തിലാണ്
ചെയ്യുന്നത്. സമൂഹത്തിലും ചെറുതായിട്ടുണ്ടാവും ആ സംഗതി. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞോട്. പിന്നെന്ന് പറഞ്ഞാൽ ഫാദറിനോട് നമുക്ക് ദേഷ്യമൊന്നുമില്ല. ഇപ്പോഴും ഫാദറിന്റെ ബാക്കിക്കാർ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ കാണാൻ ആഗ്രഹമുണ്ട്. ഇതിപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ ഉമ്മ. ഭക്ഷണം കഴിക്കണമെങ്കിൽ വാരിത്തരണം, അതിനൊക്കെ ഉമ്മ. പിന്നെ എല്ലാ ടൈമിലും എൻ്റെ കൂടെ. ഞാൻ വിളിച്ചാൽ ഉമ്മ എന്നൊരു വിളി വിളിച്ചു കഴിഞ്ഞാൽ ഉമ്മ ഓടി വരും. അപ്പം ഞാൻ പറയുമ്പോൾ ഒരു വീട്ടിൽ ജ്യേഷ്ഠനും അനിയനും എല്ലാവരും ഉണ്ടാവും. ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇപ്പോൾ ഇങ്ങനെ സ്പൈനൽ കോഡ് ഇഞ്ചുറി സംഭവിച്ചു. ഇയാൾക്ക് ഈ സംഭവിച്ചതിന് ശേഷം അയാളെ ജീവിത സാഹചര്യം മാറും. കാരണം അയാളുടെ വരുമാനം നിൽക്കുമ്പോൾ മറ്റുള്ള ജ്യേഷ്ഠന്മാരുടെ അനുജന്മാരുടെ മക്കൾ നല്ല ഇതിൽ ജീവിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ജ്യേഷ്ഠൻ വരുമ്പോൾ അങ്ങാടിയിൽ നിന്ന് വരുമ്പോൾ മിഠായി കൊണ്ടുവരും, അല്ലെങ്കിൽ എന്തെങ്കിലും കളിപ്പാട്ടം കൊണ്ടുവരും. അപ്പോൾ ഈ കളിപ്പാട്ടം കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾക്കത് കൊടുക്കുമ്പോൾ ഈ സ്പൈനൽ കോഡ് ഇഞ്ചുറി സംഭവിച്ച അല്ലെങ്കിൽ തളർച്ച സംഭവിച്ച ആളുടെ മകൻ ഉമ്മയോട് പോയി ചോദിക്കുക, എന്താ ഉമ്മ എനിക്ക് തരാത്തത്? അതൊരു ജീവിതത്തിൻ്റെ ഒരു സാഹചര്യം, ഒരു ഘട്ടമാണ്. കാരണം ആ ഉമ്മാനോട് അങ്ങനെ ചോദിക്കുമ്പോൾ ഇയാളുടെ മനസ്സിൽ വരുന്നൊരു വിഷമം ഉണ്ടാവുമല്ലോ. ലോകം മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. അറിവില്ലായ്മ കൊണ്ടും അശ്രദ്ധ കൊണ്ടും ഒരാളിൽ വന്നു ചേരുന്ന ഈ അവസ്ഥയിലും അവരുടെ മനസ്സും ചിന്താഗതികളും ബോധത്തോടെ തന്നെ തുടരുന്നുണ്ടെന്ന് കുടുംബവും പൊതുസമൂഹവും മനസ്സിലാക്കേണ്ടതുണ്ട്. സ്പൈനൽ കോഡ് ഇവർക്ക് സംഭവിക്കുന്ന ഒരു മെയിൻ ഒരു പ്രശ്നമാണ് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്താവും ബഡ് സോർ വരാം. അത് മാറാൻ വർഷങ്ങളെടുക്കുകയാണ്. തൊട്ടറിയില്ല, വേദന ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ മുറിവ് വലുതായി അത് വേദന ഇല്ലാത്തതുകൊണ്ട് പിന്നെ ശ്രദ്ധിക്കാതെ അയിമ തന്നെ ഇരുന്ന് എല്ലുമൊക്കെ അതിൻ്റെ പഴുപ്പ് എത്തി ബാധിച്ചിട്ടും ഇവർക്ക് വേദന ഉണ്ടാവില്ല. പനിക്കലിനോട് കൂടെയാണ് അവർ അങ്ങനെ വിളിക്കുക. ഇതിലൊക്കെ അങ്ങനെ ഭയങ്കര പനിയാണ്, കുറേ ദിവസമായിട്ട് വെയ്യ എനിക്കെന്നൊക്കെ പറയുമ്പോൾ വിളിച്ചുമ്പോഴാണ് നമ്മൾ ചെന്ന് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ 1-2 കേസുകളൊക്കെ നമ്മൾ പോയിട്ട് അവിടെ എന്താ സർജറിക്ക് വേണ്ട എല്ലാ ഇതുകളും ചെയ്തൊരു മാസമൊക്കെ ആസ്പത്രി കിടന്ന് ഡോക്ടറെ കണ്ട് അത് സർജറി ചെയ്തു. അപ്പോൾ ആദ്യം 1-2 സർജറിയൊക്കെ ആദ്യം ഓപ്പറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പിന്നെ എന്താ വെച്ചാൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യണത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് പഴുപ്പുകളൊക്കെ ഒഴിവാക്കിയിട്ട് ശരിക്കും വലിച്ചു തുന്നി പ്ലാസ്റ്റിക് സർജറി ചെയ്തത് മുറിവിനെ ഉണക്കുക ചെയ്യണം. അല്ലാതെ ആ മുറിവ് എത്ര മുറിവ് വെച്ച് കെട്ടിയാലും മാറില്ല. ചില ആളുകളൊക്കെ വീട്ടിൽ, അതിനാണ് ഞാൻ പറഞ്ഞത് കുടുംബങ്ങൾ ചെയ്യുന്ന വല്ലാത്തൊരു പുറത്തുനിന്നുള്ള ആൾക്കാർ എന്തെങ്കിലും ചെറിയ കുറ്റം കാണുമ്പോഴത്തേന് ഓനെ അങ്ങനെ നോക്കണില്ല, അല്ലെ ഇവൻ അങ്ങനെ നോക്കണില്ല എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അവർ വർഷങ്ങളായിട്ട് ഇവനെ കെയർ ചെയ്യണു. അതിന് ചിലപ്പോൾ ചെറിയ ഒരു അപകടമൊക്കെ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവാം. നോക്കണില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം 10-15 കൊല്ലങ്ങൾ നോക്കിയത് പോലെ തന്നെയല്ലേ. നമ്മൾ എണീറ്റ് പോകുന്നു, നമ്മുടെ പ്രാഥമിക കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അപ്പോൾ അവർക്ക് അതൊന്നും കഴിയാതെ കിടക്കുമ്പോഴും അവരെന്താവുണ്ട്, അവരതിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ സങ്കടപ്പെട്ടിരുന്നാൽ എന്ന് പറഞ്ഞാൽ ഈ ആളുകൾ എന്താ ചെയ്യുള്ളൂ, അധികം താഴ്ന്നു പോവുകയുള്ളൂ. കൂടെ നിൽക്കുന്നവർ ഒന്നുകൂടെ ബോൾഡായി നിന്നാൽ ഇവർ ഒന്നുകൂടി ഉയർന്നു വരും. പൊതുസമൂഹത്തിന്റെ അമിത സഹതാപ പ്രകടനങ്ങളല്ല ആവശ്യം. അതിനപ്പുറം അവരെ നമ്മോട് ചേർത്ത് നിർത്താനും വേണ്ടതെല്ലാം പരമാവധി ചെയ്തു കൊടുക്കാനുമാണ് ശ്രമിക്കേണ്ടത്. നമ്മളിങ്ങനെ പുറത്തിറങ്ങാൻ തുടങ്ങിയതിന് ശേഷമാണ് നമ്മളെപ്പോലുള്ള ഒരുപാട് പേരുണ്ട്, നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ പോരാന്ന് തോന്നി. അങ്ങനെ കൂടെ 2 പേരും കൂടെ ആയി പുറത്തേക്കുള്ള ഇറക്കം. പിന്നെ കൂടെ പോകുന്നതെന്ന് പറഞ്ഞാൽ വണ്ടി ആൾട്ടർനേഷൻ ചെയ്യാൻ പറഞ്ഞാൽ അതിന് ആൾക്ക് താല്പര്യമില്ല എന്ന് പറയും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ ഒറ്റയ്ക്ക് പുറത്ത് പോകേണ്ടി വന്നാലോ എന്ന്
അതിനൊരു കാരണമുണ്ട്. ഒരിക്കൽ ഫ്രണ്ട് നാട്ടിൽ വന്ന ടൈമിൽ ഇക്കാനെയും കൂട്ടി പുറത്തു പോയി. പക്ഷെ അവിടെ പോയി വന്ന ആ ഒരു കുറച്ച് ടൈം, ഒരു 2-3 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അനുഭവിച്ച ഒരു ഒറ്റപ്പെടലുണ്ട്. അതന്ന് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. അപ്പോൾ ഞാൻ അനുഭവിച്ച ഒറ്റപ്പെടൽ. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു, അതങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അതൊരു ശരിയല്ല, ഒരു നല്ല ഫീലായിരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നെ എല്ലാവരും കല്യാണത്തിന് വിളിച്ചിരുന്നു. ഫസ്റ്റ് ഞാൻ പോകാത്തതിൻ്റെ കാരണം എന്താ, ഞാൻ ഒറ്റക്കാണ്, ഞാൻ പോകില്ല. അതേ സ്ഥാനത്ത് കല്യാണത്തിന് ഇന്നെ പോലെ ഒരു 2 ആളും കൂടി ഉണ്ടെങ്കിൽ ഞാൻ പോകും. അത് എന്ത് പരിപാടിക്കാരും ഞാൻ പോകും. എന്താ വെച്ചാൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമ്മളൊരു അവിടെ ഒരു കാഴ്ച വസ്തുവാണ്. എല്ലാവരും വന്നിട്ട് ചോദിച്ചത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും, പറഞ്ഞത് തന്നെ പറയും. നമുക്കതൊരു നമ്മളെ ചുറ്റി കളഞ്ഞാൽ പക്ഷെ ഓലെ കുറ്റല്ല, ഓൾക്ക് അറിയാനുള്ള താല്പര്യം കൂടി ചോദിക്കണേ ചിലവർ. പുറത്തിറങ്ങുമ്പോഴാണ് ആദ്യം കാണുമ്പോൾ അവർ ഒരു സഹതാപത്തോടുകൂടെയുള്ള നോട്ടം, ഇതെങ്ങനെ പറ്റി, എന്താ പറ്റി, എത്ര കാലമായി, അത് ചോദിച്ച് അതിൻ്റെ ലാസ്റ്റ് എത്തുന്നത് കുട്ടികളായില്ലേ എന്നാണ് ചോദിക്കുക. അത് ആയില്ലേ ചോദിച്ചാൽ ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിർത്തുകയാണെങ്കിൽ നമ്മൾ ഓക്കെ. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ചൊഴിഞ്ഞ് ചോദിക്കുമ്പോൾ ഉണ്ടാവേണ്ട ബുദ്ധിമുട്ടുണ്ട്. നമ്മളിത് മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ പരമാവധി എന്താ പറയുക, ഇവിടെ കഴിയുമ്പോൾ പരമാവധി എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അതിനെ അവർ തല്ലിക്കെടുത്താണ് ആ ഒരു നിമിഷം. നമ്മൾ ചിലപ്പോൾ സന്തോഷം നിറഞ്ഞൊരു സിറ്റുവേഷനിക്കാവും നമ്മളവിടെ കൂടാൻ ചെന്നിട്ടുണ്ടാവുക. അപ്പോൾ അവരിത് ചോദിക്കുമ്പോൾ നമ്മുടെ ഉള്ള സന്തോഷം കൂടെ പോകും. ഇങ്ങനെ ആയിരിക്കുകയാണ് നമ്മൾ ഒരുപാട് ചൂഷണങ്ങൾ ഈ മേഖലയിൽ നടക്കുന്നത്. അതായത് നമുക്കിപ്പോൾ എന്തായാലും ഒരു രോഗി എന്നുള്ളതിലപ്പുറം ഇനി സ്പൈനൽ കോഡ് ഇഞ്ചുറി സംഭവിച്ച ഒരാൾ ഇനി തുടർന്ന് മരണം വരെ ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നാണ് ശരിക്കും. നമ്മൾ ഏത് ഡോക്ടറെ അടുത്ത് ചെന്നാലും പല തിയറികൾ ഉപയോഗിച്ച് നമ്മളെ നടത്താൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ അതൊന്നും ശാശ്വതമായ ഒരു പരിഹാരമല്ല. പക്ഷെ അതിനു വേണ്ടി ഇയാളുടെ ബാക്കിയുള്ള സമ്പത്ത് കൂടി ചിലവാക്കേണ്ട ഒരു രംഗം വരുന്നു. ഒരു ആക്സിഡൻറ്റിൽ സ്പൈനൽ കോഡ് ഇഞ്ചുറി സംഭവിച്ച ആൾക്ക് ഇൻഷുറൻസിൽ നിന്ന് ഏകദേശം ഒരു 5 ലക്ഷം റുപ്യ കിട്ടിയിട്ടുണ്ടാവും. ഇതുകൊണ്ട് നമ്മളുടെ രോഗം എങ്ങനെ മാറ്റാമെന്നാണ് അയാൾ ആദ്യം ചിന്തിക്കുന്നത്. കാരണം നടക്കുക എന്നുള്ളൊരു ആഗ്രഹത്തിനെ പെട്ടെന്ന് കാശ് കിട്ടുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത്. ഇത്തിരി വർഷങ്ങളായിട്ട് പല ചികിത്സകളും പല കാര്യങ്ങളും പല സ്ഥലത്തും പല മന്ത്രങ്ങളും പല രീതിയിലുള്ള എന്തൊക്കെ പറയാ അയക്കല്ല് കെട്ടിയിട്ടും മന്ത്രിച്ചിട്ടും ഏതിലേക്കാണോ ഉയർച്ച കിട്ടുക അതൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒന്നും നടന്നിട്ടില്ല, നടക്കില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. പിന്നെ ഓരോരുത്തർ വന്ന് കണ്ടിങ്ങനെ ഇങ്ങനത്തെ ആൾക്കാരെല്ലാം പിയ്യാൻ കൂടുതൽ പറ്റൂ. മുത്തല്ലേ, ഈ മുത്തിൻ്റെ അടുത്ത് നല്ലോണം പിയ്യാൻ കിട്ടുമല്ലോ. സമൂഹം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവർക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എന്നെ ഇങ്ങോട്ട് കൊന്നുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വന്നോട് കൊല്ലാൻ പറ്റുമോ? അത് നിയമത്തിൽ വിരുദ്ധല്ലേ. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുടുംബത്തിലൊക്കെ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം റിയോളജി തന്നെ ആകുമ്പോൾ തന്നെ ഈ നാളെ മരിക്കുന്ന ആളുകളൊക്കെ ആയിരുന്നു ഇന്ന് എനിക്ക് ഭക്ഷണം കാണിച്ചു തന്നെ പിറ്റന്നാൾ മരിക്കുന്ന ആളുകൾ. കാരണം അത്രയും എമർജൻസിയിലൊക്കെ കിടന്നിരുന്ന ആൾക്കാരുടെ അടുത്തായിരുന്നു ഞാൻ കഴിഞ്ഞത്. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ലൈഫ് എന്താണെന്ന് കുറേയൊക്കെ അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ ഒരുവിധം മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെ നട്ടലിന് ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന അറിവില്ലാത്ത ഒരാൾക്ക് അയാളെ ചൂഷണം ചെയ്യാൻ ഏറ്റവും നല്ല ഒരു മെത്തേഡ് ഇങ്ങനത്തെ ആൾക്കാർ നന്നായിട്ട് ഡോക്ടേഴ്സ് ആയാലും അത് ആയുർവേദ മെഡിസിൻ ആയാലും അലോപ്പതി മറ്റുള്ള എല്ലാവരും എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ചൂഷണം ചെയ്യുന്നുണ്ട്. നല്ല ഡോക്ടേഴ്സ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. മറ്റുള്ളവർ എങ്ങനെ ഇത്രത്തോളം പൈസ എടുക്കാൻ പറ്റുമോ അത്രത്തോളം എടുത്തിട്ട് നമ്മളെ ചൂഷണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ യഥാർത്ഥ സ്വഭാവം നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഡോക്ടർമാരിൽ ദേഷ്യമൊക്കെ തോന്നും. വരും കാലങ്ങൾ ജീവിക്കണമെങ്കിൽ നമുക്ക് നമ്മൾ വെച്ച സമ്പാദ്യം അവിടെ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ കൈ നീട്ടാതെ നമുക്ക് ജീവിക്കാം. അതേപോലെ തന്നെ നമുക്കിത് ആക്സിഡൻറ്റ് സംഭവിച്ച് ചില ആൾക്കാർക്ക് നല്ല സംഖ്യ ഇൻഷുറൻസ് കിട്ടിയിട്ടുണ്ടാവും. ചില കുടുംബങ്ങൾ എന്താ സംഭവിച്ചാൽ ആ മക്കളെ ആ സംഭവിച്ച ആൾക്കാർക്ക് എല്ലാ പ്രാധാന്യം കൊടുക്കുക. ആ കുടുംബത്തിനെ എങ്ങനെ സംരക്ഷിച്ച് ആ കുടുംബം എങ്ങനെ റിക്കവർ ചെയ്ത് കൊണ്ടുവരും എന്നുള്ളത് ചിന്താഗതിയിൽ അവനൊരു ഭാഗത്തേക്ക് തഴയപ്പെടുന്ന അവസ്ഥയും ശരിക്കും കുടുംബങ്ങളിൽ കാണുന്നുണ്ട്. ലോകത്തിൻ്റെ എവിടെയും ചികിത്സ ഇല്ലാത്ത ഈ ഒരു രോഗത്തിന് ചികിത്സ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ വിളിക്കുമ്പോൾ അത്
നമ്മൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് നടക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. പക്ഷെ അവർക്ക് ശരിക്കും അറിയാം സ്പൈനൽ കോഡ് ഇഞ്ചുറിക്ക് ചികിത്സ ഇല്ല എന്നറിയാം. ഈ ബാക്കി വരുന്ന ധനം കൂടി അവരെ അപഹരിച്ചുകൊണ്ട് പോവുകയാണ്. ശരിക്കും നല്ല ഇപ്പോൾ മെഡിക്കൽ എത്തിക്സുമായിട്ട് മുന്നോട്ട് പോകുന്ന ഡോക്ടറാണെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയില്ല. ഒരു ഡോക്ടർ നമ്മൾ ചികിത്സിച്ച് പൈസ വാങ്ങുമ്പോൾ അയാൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അയാൾ ജീവിക്കുകയാണ്. അപ്പോൾ അയാൾ ചിന്തിക്കുന്നില്ല ഞാൻ എങ്ങനത്തെ ആൾക്കാരുടെ പൈസയാണ് മേടിച്ചിട്ട് ഞാൻ ജീവിക്കുന്നത്, എങ്ങനെ മേടിച്ചു എന്നല്ല, ഒരു സത്യസന്ധമായ സംഭവത്തിനാണ് മേടിക്കുന്നതെങ്കിൽ അതിൽ കുറ്റബോധം തോന്നുന്നുണ്ട്. പക്ഷേ തീർത്തും വഞ്ചനകരമായിട്ട് ആ പൈസ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ക്യാഷ് വാങ്ങിയിട്ട് അയാൾ കെട്ടിടം പൊക്കിയാലും കാറ് വാങ്ങിച്ചാലും എന്ത് ചെയ്താലും അതിൽ നിന്നുണ്ടാകുന്ന ഒരു അനുഭവം, എന്തനുഭവം ഉണ്ടായാലും അതിൻ്റെ ഒരു ബാക്കിലുള്ള സംഭവം ആലോചിച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവർ ചെയ്യുന്നത്, എന്തിനുവേണ്ടി ജീവിക്കുന്നു എന്നുള്ളത്. ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ആരോഗ്യമുള്ളവർക്ക് മാത്രം സഞ്ചരിക്കാനും കടന്നു ചെല്ലാനും കഴിയുന്ന വിധത്തിൽ മാത്രമാണ് ഇന്ന് പൊതു ഇടങ്ങളിലെ സഞ്ചാരമാർഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് എളുപ്പത്തിൽ കടന്നു ചെല്ലാൻ കഴിയുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ വന്നാൽ മാത്രമേ ശാരീരിക ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് പരസഹായമില്ലാതെ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കൂ. ഞാൻ വില്ലേജിൽ അങ്ങനെയൊക്കെ പോയിട്ടുള്ളൂ. അവിടെ ഇതുപോലുള്ള വണ്ടി പോയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ സാധാരണ ഒരു വീൽ ചെയർ കൊണ്ടോ അല്ലെങ്കിൽ ഓട്ടോ കൊണ്ടോ പാടില്ല. അവിടെ റോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോകേണ്ട പ്രയാസമൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പോൾ ഞാൻ 4 മണിയായ കൃത്യമായി 4 മണിക്ക് ഇറങ്ങിയില്ല എനിക്കൊരു പൊറുതിയാണ്. പക്ഷേ എനിക്ക് തന്നെ മാനസികമായിട്ട് എന്തൊരു ബുദ്ധിമുട്ട്. ഞാൻ ഇനി അന്ന് മഴയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഞാൻ വീൽ ചെയറിൽ ഇറങ്ങി എന്നിട്ട് അകത്തുകൂടി നടക്കും. പുറത്തുനിന്ന് സപ്പോർട്ട് ഒരു വണ്ടിക്കാർ പോവുകയാണെങ്കിലും നമ്മളെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു കൗതുകത്തിൽ നോക്കിക്കും ബാക്കിൽ വണ്ടി വന്നുകൊണ്ട് ഒരു നമ്മളെ ശല്യപ്പെടുത്താൻ നമ്മളെ പോട്ടിൽ അങ്ങനെ പോട്ടെ എന്ന് വെച്ചിട്ട് ചിലവരിത് കണ്ട ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് വല്ല നമുക്ക് സൈഡിൽ നിന്ന് പോലെ അങ്ങനെ പോകും, ഒരു മാറി കഴിഞ്ഞ് പോകും. അങ്ങനെയുണ്ട് വണ്ടിക്കാരത്തിൽ അങ്ങനെയുണ്ട്. ഞാനൊരിക്കൽ ഇക്കാനെ കൂട്ടിയിട്ട് ഈ പറഞ്ഞ് റേഷൻ കാർഡ് അപ്ലൈ ചെയ്തിട്ട് റേഷൻ കാർഡ് വന്നത് നമ്മൾ അപ്പം മേടിക്കാൻ പോയപ്പോൾ കാറിലാണ് പോയത്, ഇക്കേണ്ട വണ്ടിയിൽ. അപ്പോൾ അത് സിവിൽ സ്റ്റേഷൻ്റെ മുമ്പിൽ അതവിടെ കൊണ്ടുപോയിട്ട് അതിനകത്ത് കയറ്റിയിട്ടു. കുറച്ച് തണലായ സ്ഥലം കണ്ടത് ആ പാർക്കിംഗ് ഏരിയയാണ്. അപ്പോഴും ഞാൻ എന്ത് വിചാരിച്ചു, ഇത് കയറ്റിയിടാൻ പറ്റുമെന്ന് ആദ്യം കരുതി. നമ്മൾ കുറച്ചൊക്കെ പൊതുസമൂഹത്തിൽ നിന്നുള്ള ഇടപെടലുകൾ അറിയാം. അപ്പോൾ ഇക്കന്നെ പറഞ്ഞു അത് അങ്ങോട്ട് കയറ്റിയിട്ട് അപ്പോൾ മാറ്റിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. പേടിച്ചുകൊണ്ട് തന്നെയാണ് പാർക്ക് ചെയ്തത്. പാർക്ക് ചെയ്ത് ഞാൻ കയറിപ്പോയി. അപ്പോൾ അതെല്ലാം ഞാൻ വാങ്ങിച്ച് പോന്നു. തിരിച്ച് വണ്ടി കയറി വണ്ടി എടുക്കാൻ നോക്കുമ്പോഴാണ് ബാക്കിൽ ഓഫീസറെ വണ്ടി നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ അത് എനിക്ക് എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് ഇക്ക പറഞ്ഞത്, ഇങ്ങനെ ഡ്രൈവർ വന്നിരുന്നു, ഇത് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങേരോട് ഞാൻ ഇത് മാറ്റിയിടാൻ പറഞ്ഞു. ചാവിയുണ്ട് എനിക്കിങ്ങനെ വയ്യാത്താണെന്ന് പറഞ്ഞു മാറ്റിയിടാൻ പറഞ്ഞു. അപ്പോൾ അങ്ങേര് ഒന്നും മിണ്ടാതെ പോയി. എന്നാൽ കുഴപ്പമുണ്ടാവില്ലായിരിക്കും, അതുകൊണ്ട് ഒന്നും മിണ്ടാതെ പോയപ്പോൾ എനിക്കങ്ങ് വണ്ടിയുടെ കാറിൻ്റെ ബാക്കിൽ വീൽ ചെയർ ഇരിക്കുന്നതുകൊണ്ട് ഈ കാറിലിരിക്കുന്ന ആൾക്ക് ബാക്കിൽ വണ്ടി നിൽക്കുന്നത് ശരിക്ക് അതെടുക്കാൻ പറ്റാത്ത രീതിയിലാണോ നിർത്തിയിട്ടിരിക്കുന്നതൊന്നും കാണാനുള്ള ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കണ്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ചേട്ടനോട് പോയിട്ട് പറഞ്ഞു ഇതിങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല. അത് ആ ടൈമിൽ ഞാൻ അപ്പോഴത്തെ വെയിൽ ഭയങ്കര ചൂടായതുകൊണ്ട് കുറേ ടൈം പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതവിടെ ചൂടായതുകൊണ്ട് ഞാൻ വണ്ടി കയറ്റിയിട്ടതാണ്, ആൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു അതൊന്നും അറിയണ്ട, നിങ്ങൾ തഹസിൽദാരെ പാർക്കിംഗ് ഏരിയ ആണ്, തഹസിൽദാറിൽ വരുന്ന ടൈമിൽ ആ വണ്ടി അതിലേക്ക് കയറാൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തഹസിൽദാരെ അടുത്ത് പോയി മാപ്പ് പറയണം എന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഈ ഡ്രൈവറാണ് എന്നോട് പറഞ്ഞത് മാപ്പ് പറയണം എന്നുള്ളത്.
ഇക്ക പറഞ്ഞു ഇക്ക പറയാൻ മാക്കും പറഞ്ഞു. അപ്പോൾ എനിക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അപ്പം പറഞ്ഞു ഞാൻ തന്നെ പോയി പറയാം, ഇറങ്ങൊന്നും വേണ്ടെന്ന്. അങ്ങേര് അപ്പം എന്നോട് സംസാരിച്ച് വെച്ച് നോക്കുമ്പോൾ അങ്ങേര് ആ സംഭവമേ അറിഞ്ഞിട്ടില്ല. ആരോഗ്യവാന്മാരല്ലാത്തവർക്ക് നൽകുന്നത് ശാരീരിക പരിഗണന മാത്രമാവരുത്, അവരുടെ മാനസികാവസ്ഥകളും പരിഗണിച്ചു വേണം സേവനങ്ങൾ ഉറപ്പാക്കേണ്ടത്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാനിതുവരെ ഒരു പ്രാവശ്യം പോയിട്ടുള്ളത്. അത് പെട്ടെന്ന് ഇതേമാതിരി പനിയും ഇതൊക്കെ ആയപ്പോൾ അങ്ങോട്ട് എത്താനുള്ളൊരു പ്രയാസം കൊണ്ട് അവിടെ കയറിയതാണ്. പക്ഷെ അവർ പറഞ്ഞത് ഇവിടെ പറ്റൂല, നിങ്ങൾ തീരെ ഇത്രയും വയ്യാത്തൊരാളാകൊണ്ട് അവർക്ക് പ്രയാസമാണ്, എടുക്കാൻ പ്രയാസമാണ്, നിങ്ങൾ വേറെ ഏതെങ്കിലും പ്രൈവറ്റിൽ പോയി കാണിക്കണം എന്ന് പറഞ്ഞു. ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, ഒരുപാട് തിരക്കുകളുണ്ടാവും, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അതിനോട് കൂടി വന്ന രോഗി ചിലപ്പോൾ നോക്കുന്നത് ചിലപ്പോൾ നല്ല പനിയുള്ള ആൾക്കാരെ കാരണം, ചെറിയതായിട്ടുള്ള തലവേദന, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ചിലപ്പോൾ നോക്കണം, ഡോക്ടർ കൺസൾട്ടിങ് സമയത്ത് നോക്കണത്. ആ സമയത്ത് നമ്മൾ വരുമ്പോൾ ചിലപ്പോൾ യൂറിൻ പോകാത്ത പ്രശ്നത്തിന് ഇങ്ങനെ വരിക. യൂറിൻ പോകാതെ ആയി കഴിഞ്ഞാൽ ശരീരം വേർക്കുക, ശ്വാസത്തിന് തിങ്ങൽ, ഇങ്ങനത്തെയുള്ള പലർക്കും പല ബുദ്ധിമുട്ടുകൾ വരും. ചിലപ്പോൾ ഡോക്ടർ ആ ഭാഗത്തേക്ക് വന്ന് നോക്കില്ല. 2 പ്രാവശ്യം 3 പ്രാവശ്യം ഞാൻ അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പോന്നിട്ടുണ്ട്. അതേസമയം നമുക്ക് യൂറിൻ പോകാത്തതുകൊണ്ട് ശ്വാസം വരെ കിട്ടാത്തൊരവസ്ഥ വരെ, വയറ് വീർത്ത് വരെ യൂറിൻ പുറത്ത് പോകാത്തൊരവസ്ഥയാണ്. ട്യൂബ് ഒഴിവായി കഴിഞ്ഞാലും അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിച്ചാൽ സ്കൂളിൽ നിന്ന് കുട്ടികളെ ടൂർ കൊണ്ടുപോകും, വീട്ടിൽ നിന്ന് ടൂർ പോകും, എല്ലാവരും ഔട്ടിങ്ങിന് പോകും. പക്ഷേ ഇങ്ങനത്തെ ഒരാളെ സംബന്ധിച്ച് അവരെ ഔട്ടിങ്ങിന് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് കാണാൻ കൊണ്ടുപോകാനോ ആരുമില്ല. കാരണം ഇവരെ കൊണ്ടുപോകുന്നൊരു വിഷമം ഓർത്തിട്ടായിരിക്കും ചിലപ്പം. പക്ഷെ എന്നിരുന്നാലും അതൊരു വലിയ അവസ്ഥയാണ്. കാരണം ഞങ്ങളങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് ഇവരെ ടൂർ കൊണ്ടുപോകണതും അവർക്ക് സന്തോഷം കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുപോകണം. ഇപ്പോൾ കുളിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും, വെള്ളത്തിൽ പോയി ചാടി കുളിക്കാൻ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആളുകളെ കണ്ടെത്തി അവരെ വെള്ളത്തിൽ കൊണ്ടിട്ട് ചാടി കുളിക്കും. ഞാൻ പറഞ്ഞില്ല അല്ല അത് ഊരിപ്പോയി എൻ്റെ കൂട്ടുകാരൻ ഒന്നല്ല, ഒരുപാട് കൂട്ടുകാർ. അപ്പോൾ 25 വർഷം ഇയാൾ ഈ വീട്ടിൻ്റെ അകത്ത് മാത്രം കഴിയാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറയണം, അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്? പനി വരാനും അല്ലെങ്കിൽ അസുഖം വരാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ടെന്ന്. അപ്പോൾ ഞങ്ങളിങ്ങനെ വളരെ ആശ്ചര്യത്തോടെ ചോദിച്ചു, എന്തിനാ പോയി അസുഖം വരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണത്? അപ്പോൾ അദ്ദേഹം പറയും, അസുഖം വരുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് വെളിച്ചം കാണാൻ പറ്റും, നമ്മളൊന്ന് പുറത്തേക്ക് കൊണ്ടുപോവുള്ളൂ, വീട്ടുകാർ നമ്മളെ പുറത്തേക്ക് കൊണ്ടുപോവുള്ളൂ. അങ്ങനത്തെ ഒരു അനുഭവം നമ്മളുടെ ആരെങ്കിലും ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ വളരെ വളരെ വിഷമം തോന്നും. കാരണം ഒരു ഫാമിലിയിൽ എത്ര ആൾക്കാരുണ്ടെങ്കിലും ഇപ്പോൾ ഒരു അനിയൻ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ സംഭവിച്ചിരിക്കുന്ന ആളാണെങ്കിൽ അനിയനോട് പറയാണ്, നീ എൻ്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വരണം, അല്ലെങ്കിൽ ഇങ്ങനെ സ്ഥലത്തേക്ക് പോരെന്ന് പറയുമ്പോൾ നീ അടങ്ങിയൊരു പാത്ത് ഇരിക്കണം, അല്ലെങ്കിൽ എനിക്ക് അതിന് ആക്ഷൻ എടുക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ആ അനിയൻ്റെ മനസ്സിലുണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഒരു ഫീല്, അത് വല്ലാത്തൊരു സംഭവം. കാരണം അവൻ്റെ സ്വാതന്ത്ര്യം ഫുള്ളങ്ങോട്ട് വെട്ടിമുറിക്കപ്പെടുന്നൊരവസ്ഥ. കാരണം അവൻ പറയാണ്, നീ ഇങ്ങനെ പുറത്തിറങ്ങി നടന്നാൽ നിനക്ക് അസുഖങ്ങൾ വരും, അത് ഞങ്ങൾക്ക് നോക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നോക്കണം, അതിൻ്റെ കൂടെ നിൻ്റെ കൂടെ നോക്കുമ്പോൾ നീ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പാടില്ല, നീ വീട്ടിൽ തന്നെ ഇരിക്കണം എന്നൊരാൾ പറയുമ്പോൾ, അപ്പോൾ ഇയാളെന്ത് ചിന്തിക്കുകയാണ്, ഞാൻ കാരണം അവർക്ക് അങ്ങനെ വരണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കേണ്ട ആളാണ് ചിന്തിച്ചിട്ട് അയാൾ എന്താണ് പുറത്തേക്ക് ഇറങ്ങി നിർത്തുക. അങ്ങനെ വീണ്ടും അദ്ദേഹം വെളിച്ചങ്ങാട് നിർത്തുന്നൊരു അവസ്ഥ വരികയാണ്. ഇങ്ങനത്തെ ഒരാളെ നമ്മൾ പുറം ലോകത്ത് കൊണ്ട്, ഇപ്പോൾ ഞങ്ങളൊരാളെ
നിലമ്പൂർ കൊണ്ടുപോയൊരു അനുഭവം പറയാം. നിലമ്പൂരിൽ ഒരാളെ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന് ആദ്യമായിട്ട് 10-25-30 കൊല്ലം കിടന്നിട്ട് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിലമ്പൂർ കാണുകയാണ്. അടുത്ത സ്ഥലമാണ്, ഒരു 10-25-30 കിലോമീറ്റർ അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി കാണിച്ചിട്ട് അദ്ദേഹം ഓട്ടോറിക്ഷയിൽ ഇരുന്നിട്ട് കരഞ്ഞിട്ട് പറയുകയാണ്, എനിക്ക് ഇതുപോലത്തെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ. ഇങ്ങനെ ഒരു സ്ഥലം ഞാൻ കാണുന്നത്, ഇത്രയും ഒരു യാത്ര ചെയ്യുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ, ആദ്യമായിട്ടാണെന്നുണ്ട് കണ്ണിന്ന് വള്ളൊലിപ്പിച്ചിട്ട് അദ്ദേഹം പറയുന്നത്, ഞാൻ നിലമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം ആദ്യമായിട്ട് കാണുന്നത്. എൻ്റെ അടുത്ത സ്ഥലമാണ്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ സഹതാപത്തിൻ്റെ നോട്ടം, ഒരു കാരണവശാലും സഹതാപത്തിൻ്റെ നോട്ടം നോക്കിയിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ സഹതാപമൊന്നും അറിയിക്കണില്ല. നമ്മളെന്താണെന്ന് വെച്ചാൽ മാന്യമായ രീതിയിൽ ജീവിക്കാനുള്ള ഒരു അവസ്ഥ. കാരണം എന്താ വെച്ചാൽ എനിക്ക് തൊഴിലെടുത്ത് ജീവിക്കാൻ എനിക്ക് കഴിയുന്ന എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതേപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴിയാവുന്ന തൊഴിലുണ്ട്. ഇപ്പോൾ 2 കാലിൽ എണീറ്റ് നടക്കുന്ന ആൾക്കാർക്ക് എല്ലാ തൊഴിലെടുക്കാൻ കഴിയില്ലല്ലോ. ആവശ്യമുള്ള മുടി പുറത്തേക്ക് ഭാഗം പ്രത്യേകം എന്താണ്ട് ഓക്കെ അവിടെ സെലക്ട് ചെയ്ത ഈ ചോപ്പ് കയറി ടിക്ക് ചെയ്യാം. കണ്ടോ, ഇവിടെ ടിക്ക് ചെയ്തിട്ട് ഇനി നമ്മൾ ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുത്തു, എന്നിട്ട് അതിന്റെ മാസ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, ലെവൽ എടുക്കുക. കൺട്രോൾ ലെവൽ എന്താണ്, ഇതിന്റെ തുൽഭാഗം മാറ്റാം. വേണ്ട ഭാഗം മാത്രം ഉണ്ടാവും, വേണ്ടാത്ത സെലക്ട് ചെയ്ത് കൂട്ടാണ്ടോ. അത് കഴിക്കുമ്പോ ചിലപ്പോ കുറക്കാനായിരുന്നു ചില. ആരോഗ്യകരമല്ലാത്ത ഭക്ഷണ രീതികളും വ്യായാമമില്ലായ്മയുമെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ജീവൻ സംരക്ഷിക്കുന്നതിൽ നാം അശ്രദ്ധ കാട്ടുന്നു. യാത്രകളിലും തൊഴിലിടങ്ങളിലും പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങളോട് നാം വിമുക്തത കാണിക്കുന്നു. ഞാൻ ആക്സിഡൻ്റ് ആകുമ്പോൾ എൻ്റെ വണ്ടിയിൽ 5 പേര് വേറുണ്ടായിരുന്നു. ഈ 5 പേർക്ക് കാര്യമായിട്ടൊന്നും സംഭവിച്ചു. ഞാൻ മാത്രം വണ്ടിയിൽ നിന്ന് പുറത്ത് തെറിച്ചു പോയി. പക്ഷെ ഞാൻ അന്ന് എന്തോ ഒരു ദൗർഭാഗ്യവശാൽ ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് തെറിച്ചു പോകാൻ കാരണം മറ്റുള്ളവരൊക്കെ ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, സെക്യൂരിറ്റി ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ വണ്ടിയിൽ തന്നെ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടു. ഞാൻ എന്ത് ചെയ്തു, ഈ ബെൽറ്റ് ഇടാത്ത കാരണം ഡോറ് തുറന്ന് പുറത്തോട്ട് തെറിച്ചു പോയി. ഒരു സംഭവം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മുൻകരുതൽ എടുത്താൽ, എല്ലാ സംഭവത്തിനും ഉണ്ട് മുൻകരുതൽ എടുത്തു കഴിഞ്ഞു അതിൻ്റെ പെർഫെക്റ്റായ രീതിയിൽ കൂടെ മാത്രമാണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ ആ അപകടത്തിൻ്റെ ഒരു 90% നമുക്ക് കുറക്കാൻ പറ്റിയേക്കാം. സുരക്ഷ ഉറപ്പുവരുത്താതെ അതൊന്നും ചെയ്യാൻ വേണ്ടി പോകരുത്. വിധി എന്നുള്ളത് നമ്മൾ പറയുമെങ്കിലും വിധിക്കപ്പുറത്ത് വിധിയിലേക്ക് എത്താനുള്ളൊരു വഴി ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണെന്നാണ് അതിൽ പറയാനുള്ളത്. ദൈവം ബുദ്ധിയും വിവേകവും തന്ന ആൾക്കാരാണ്. അത് ശരിക്കും നല്ല രീതിയിൽ മനസ്സിലാക്കുകയും മുൻകൂട്ടി ശ്രദ്ധിച്ചാൽ ഒരു വിധിയെ നമുക്ക് പഴിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഞാനിപ്പോൾ ഒരു വാഹനം ഓടിക്കുന്നുണ്ട്, ആ വാഹനത്തിൽ എന്താണെന്ന് വെച്ചാൽ സഞ്ചരിക്കുമ്പോൾ എൻ്റെ അപകടം എനിക്ക് സംഭവിക്കുന്നത് മാത്രമല്ല, ഞാൻ റോട്ടിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി അത് അപകടം സംഭവിക്കുന്നുള്ള ഒരിക്കലും ഒരാളും മനസ്സിൽ ചിന്തിക്കണില്ല. ആരോഗ്യ സംരക്ഷണത്തിന് ജിംനേഷ്യങ്ങളിൽ പോയി വരുന്നവർ പോലും വാഹനങ്ങളിൽ സീറ്റ് ബെൽറ്റും ഹെൽമറ്റും അവഗണിക്കുന്നു. നാം ചെയ്യുന്ന ഏതു പ്രവൃത്തിയിലും അതിൻ്റെതായ സുരക്ഷാ മാർഗങ്ങളും നിയമങ്ങളും സ്വീകരിച്ചാൽ ഒട്ടുമിക്ക അപകടങ്ങളും ഒഴിവാക്കാൻ സാധിക്കും. പല കാര്യങ്ങളെയും വിധി കൊണ്ട് പരീക്ഷിക്കുന്നതാണ് നാം സ്വീകരിക്കാറ്. ഇത് തികച്ചും ആത്മഹത്യാപരമാണെന്ന് നാം തിരിച്ചറിയണം. നമ്മളൊരു അപകടം വരുന്നതോടൊക്കെ പാടെ ഒരു 3 ആളെ ഓട്ടോറിക്ഷയിൽ ആദ്യം കയറിയിട്ടുണ്ടാവും. പിന്നെ ഈ രണ്ടാളുടെ പിന്നെ ചുരുട്ടി മടക്കി ഓട്ടോറിക്ഷയിൽ വെക്കുന്നതോടുകൂടെ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടായിരുന്നത് അതൊരു വലിയ സ്ക്രാച്ചായി മാറുന്നൊരവസ്ഥ ശരിക്കും ഞാൻ ഇതിൽ മനസ്സിലാക്കിയത്. പെട്ടെന്ന് നമ്മൾ ഒരാൾ വീഴുകയോ അല്ലെങ്കിൽ ആക്സിഡൻറ്റിൽ കാണുമ്പോൾ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതായിരിക്കും കാണുക. അത് തുടച്ചിട്ട് എവിടെ നിന്നാണോ രക്തം വരുന്നത് അവിടെ കെട്ടിവെക്കാം. ഇപ്പോൾ പറ്റുന്നതും ഒടിഞ്ഞു കുത്തിയ ഒരു പൊസിഷനിലല്ലാതെ പേഷ്യൻറ്റിനെ ആംബുലൻസിലേക്കോ കാറിലേക്കോ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണം. പെട്ടെന്ന് തിരക്ക് പിടിച്ചിട്ടൊരു ഓട്ടോറിക്ഷയിലോ അല്ലെങ്കിൽ ഒരു പെട്ടിവണ്ടിയിലോ അല്ലെങ്കിൽ സ്കൂട്ടറിലോ കയറ്റിയിട്ട് രോഗീനെ ആസ്പത്രിയിലോട്ട് മാറ്റരുത്. അതേപോലെ ആംബുലൻസിൽ യാത്ര ചെയ്യുമ്പോഴും നമ്മൾ കാണാറുണ്ട് ഗട്ടറിൽ ഇത് ഓടിച്ച് പായിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും. അതിൻ്റെ ആവശ്യമില്ല. ഓരോ ഗട്ടറിൽ വീഴുമ്പോഴും അല്ലെങ്കിൽ ഓരോ വെട്ടിക്കലിലും പേഷ്യൻ്റ് വളരെയധികം മൂവ് ചെയ്യുകയാണ്.
രണ്ടാമത് ഏതെങ്കിലും ഭാഗം തൂങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, കയ്യോ കാലോ തൂങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗം സ്കെയിലോ എന്തെങ്കിലും വെച്ചിട്ട് കെട്ടിവെക്കുക. പിന്നെ ഏതെങ്കിലും ഒരു ഭാഗം അറ്റുപോയിട്ടുണ്ടെങ്കിൽ അത് പൈപ്പിൻ്റെ ചുവട്ടിലേക്ക് കളയാതെ അത് എടുത്തു വെക്കണം. പല്ലാണെങ്കിലും അതേപോലെ ഏതെങ്കിലും ഒരു വിരലാണെങ്കിലും ഏത് ഭാഗമാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഇറച്ചി കഷ്ണമായിട്ട് പുറത്ത് പോയിട്ടുണ്ടെങ്കിലും അത് നല്ലൊരു കവറിലോ എന്തെങ്കിലും വെച്ചിട്ട് അതും കൂടെ രോഗിയുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. രക്ഷാപ്രവർത്തനങ്ങൾക്ക് നാം സന്നദ്ധരാണ്. എന്നാൽ രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ അപകടത്തിൽപ്പെട്ട ഒരാളുടെ അപകടനില ഗുരുതരമാക്കുകയും മരണത്തിനു വരെ കാരണമാകുകയും ചെയ്യാം. അപകട സ്ഥലങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ആത്മസുരക്ഷ ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ഏതൊരു രക്ഷാപ്രവൃത്തികളിലും ഏർപ്പെടാവൂ. റോഡ് നിയമങ്ങളെക്കുറിച്ചും സുരക്ഷാ മാർഗങ്ങളെക്കുറിച്ചും അടിയന്തര ചികിത്സകളെക്കുറിച്ചുമെല്ലാം സ്കൂൾ തലങ്ങളിൽ നിന്ന് തന്നെ ബോധവൽക്കരണം നൽകി വളർത്തിയെടുക്കണം. എത്ര വലിയ ആളാണെങ്കിലും ഏത് ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്ന ആളാണെങ്കിലും ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എല്ലാവർക്കും ഒരുപോലെ. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു ഡ്രസ്സ് എടുക്കുക അല്ലെങ്കിൽ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് കിട്ടാത്ത ആളുകളുണ്ട്, അവർക്ക് കൂടി ഇത് എത്തിക്കണം എന്നുള്ള ഒരു നിലവാരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പോഴാണ് ജീവിതം ശരിക്കും ആഘോഷമാകുന്നത്. ചിന്തിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇവരെ ജീവിതം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാണുമ്പോൾ ചെറിക്കും പോനെന്താ കുഴപ്പം, വീൽ ചെയറുമല്ലേ ഓനിപ്പോൾ ഏട്ടന്മാരുണ്ട് അഞ്ചന്മാരുണ്ട് എന്താ കുഴപ്പമെന്ന് പറയും. പക്ഷേ നമ്മൾക്ക് ഇന്ന് നമ്മളൊരു ദിവസം പനിച്ച് വീട്ടിൽ കിടക്കുമ്പോഴേ നമുക്ക് ആ അവസ്ഥ വരുള്ളൂ. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് കൂടിയുള്ളതാണെന്നുള്ള തിരിച്ചറിവ് മനസ്സിലാക്കി പരസഹായമില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്കൊരുമിച്ച് കൈകോർക്കാം.